ശാപങ്ങളല്ല, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു കുടുംബത്തിൽ റാം, രാധ, അവരുടെ ഏകപുത്രനായ അർജുനും താമസിച്ചിരുന്നു. റാം ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്താണ് കുടുംബത്തെ നോക്കിയിരുന്നത്. അർജുൻ ഒരു വികൃതിയായ കുട്ടിയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും പുതിയ ഓരോ കാര്യങ്ങൾ വേണം എന്ന് ശാഠ്യം പിടിക്കുമായിരുന്നു. ഒരു ദിവസം തനിക്ക് പ്രിയപ്പെട്ട സ്പോർട്സ് ഷൂ ഒരു പെയർ വേണമെന്ന് പറഞ്ഞു. ജോലി കഴിഞ്ഞ് റാം ചെരുപ്പ് കടയിൽ ഷൂവിന്റെ വിലയെക്കുറിച്ച് അന്വേഷിച്ചു. സ്പോർട്സ് ഷൂ വളരെ വിലയുള്ളതായിരുന്നു. അതിനാൽ റാം മറ്റൊരു ഷൂ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. റാം ഷൂ അവന് നൽകി. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടമായി. അവൻ ആവശ്യമുള്ള ഷൂ അച്ഛൻ വാങ്ങാത്തതിനാൽ അവൻ കരഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ തെരുവിലൂടെ നടന്നു. അടുത്തുള്ള ബസ് സ്റ്റേഷനിലെത്തി. സങ്കടത്തോടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അതിലൂടെ കടന്നുപോയി. അവന് 2 കാലുകളും ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടം വന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, തനിക്ക് കാലുകൾ നൽകിയതിന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാപങ്ങളെയല്ല, അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. Count the blessings, not the curses. In a family lived Ram, Radha, and their only son Arjun. Ram used to work in a factory. He used to work very hard and earned enough to support his family with the basic needs. Arjun was a naughty boy. He always used to keep asking for new things. One day, he asked his father to get him a new pair of his favorite sports shoes. After work, Ram went to a shop and inquired for the shoes Arjun had asked for. But those shoes were very expensive. So Ram bought another pair of shoes and returned home. When Ram gave the new shoes to Arjun, Arjun was very disappointed that his father did not bring him the shoes that he wanted. He cried a lot and left the house in anger. He started walking on the streets, and after some time, he sat near a bus stop and wondered when he would get the expensive pair of shoes that he wanted. Just then, another boy passed by on his crutches. When Arjun saw that boy, he was shocked to see that the boy had no legs. Tears started falling from Arjun's eyes. He thanked God for giving him legs and a family who was so caring. Moral: count the blessings, not the curses. സ്നേഹവും സമയവും. ഒരിക്കൽ ഒരു കാലത്ത് എല്ലാ വികാരങ്ങളും വസിക്കുന്ന ഒരു ദ്വീപുണ്ടായിരുന്നു. സന്തോഷം, മായ, സങ്കടം, അറിവ് എന്നിങ്ങനെ എല്ലാവരും. ഒരു ദിവസം ദ്വീപ് മുങ്ങുമെന്ന് വികാരത്തെ അറിയിച്ചു. പ്രണയമൊഴികെ മറ്റെല്ലാവരും ബോട്ടുകൾ നിർമ്മിച്ചു പുറപ്പെട്ടു. പ്രണയം മാത്രം കഴിയുന്നത്ര അവിടെ തന്നെ നിൽക്കാമെന്ന് കരുതി.
എന്നാൽ ദ്വീപിൽ ജലം ഉയർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിക്കാമെന്ന് കരുതി. സമ്പന്നത ഒരു ബോട്ടിൽ അതിലെ പോകുമ്പോൾ പ്രണയം ചോദിച്ചു, സമ്പന്നത, ഞാനും കൂടി വരട്ടെ? എന്നാൽ സമ്പന്നത പറഞ്ഞു, ഇല്ല, എനിക്ക് കഴിയില്ല. എന്റെ ബോട്ടിൽ ധാരാളം സ്വർണവും വെള്ളിയുമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കയറാൻ സ്ഥലമില്ല. ഒരു മനോഹരമായ ബോട്ടിൽ മായ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രണയം മായയോട് ചോദിച്ചു, എന്നെ സഹായിക്കാമോ എന്ന്. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. പ്രണയം, നിങ്ങൾ നനഞ്ഞിരിക്കുന്നു, എന്റെ ബോട്ട് കേടാവും. ദുഃഖം അതിലെ പോകുമ്പോൾ പ്രണയം ചോദിച്ചു, എന്നെ സഹായിക്കാമോ? ഓ പ്രണയം, ഞാൻ തനിച്ചായിരിക്കേണ്ടതിനാൽ എനിക്ക് സഹായിക്കാൻ കഴിയില്ല. സന്തോഷവും അതിലെ കടന്നുപോയി. എന്നാൽ പ്രണയം വിളിച്ചത് കേട്ടില്ല. പെട്ടെന്നൊരാൾ വന്നു പറഞ്ഞു, പ്രണയം, ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന്. അതൊരു മുതിർന്ന ആളായിരുന്നു. പ്രണയം അദ്ദേഹത്തോട് ചോദിക്കാൻ മറന്നുപോയി, എവിടേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന്. അവർ കരയിലെത്തിയപ്പോൾ പ്രണയത്തെ സഹായിച്ച മുതിർന്ന ആൾ ഒന്നും പറയാതെ മുന്നോട്ടു പോയി. തന്നെ സഹായിച്ച മുതിർന്ന ആളോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പ്രണയം മറ്റൊരു മുതിർന്ന ആളായ അറിവിനോട് ചോദിച്ചു, ആരാണ് എന്നെ സഹായിച്ചത്? അറിവ് ഉത്തരം പറഞ്ഞു, അത് സമയമാണ്. സമയം എന്തിനെന്നെ സഹായിച്ചു? പ്രണയം ചോദിച്ചു. അറിവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം സമയത്തിന് മാത്രമേ അറിയൂ സ്നേഹം എത്രത്തോളം വിലപ്പെട്ടതാണെന്ന്. ഈ കഥയിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? സമയം എല്ലാം സുഖപ്പെടുത്തുന്നു. സമയം വളരെയധികം വിലപ്പെട്ടതാണ്. Love and time. Once upon a time, there was an island where all the feelings lived. Happiness, vanity, sadness, knowledge, and love. One day, it was announced to the feelings that the island would sink. So, everyone constructed boats and left. Except for love. Love was the only one who stayed. Love wanted to hold out until the last possible moment. When the island had almost sunk, love decided to ask for help. Richness was passing by in a grand boat. Love said, Richness, can you take me with you? Richness said, No, I can't. There is a lot of gold and silver in my boat. There is no place for you. Love decided to ask Vanity, who was also passing by in a beautiful vessel. Vanity, please help me. I can't help you, love. You are all wet and might damage my boat. Vanity answered. Sadness also passed by. So love asked, Sadness, please let me go with you. Oh love, I am so sad that I need to be myself. I can't take you. Happiness also passed by. But she was so happy
that she did not even hear when love called her. Suddenly, there was a voice. Come, love, I will take you. It was an elder. So blessed and overjoyed, love even forgot to ask the elder where they were going. When they arrived at dry land, the elder went his own way. Realizing how much she owed to the elder, love asked Knowledge, another elder, who helped me? Knowledge answered, it was time. Time? But why did time help me? Knowledge smiled with deep wisdom and answered, because only time is capable of understanding how valuable love is. Moral: time heals everything. Time is very valuable.